നമുക്ക് ഈ ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട 5 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഇത് രണ്ടും നമ്മൾ കൂളംസ് ലോ വെച്ച് കണ്ടു. ഇനി അതിൽ 3 ബാക്കിയുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലൈൻ ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് വയർ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് സ്ഫെരിക്കൽ ഷെൽ. അവസാനം പറഞ്ഞ 3 കണ്ടിന്യൂസ് ചാർജാണ്. അപ്പോൾ അവിടെ നമുക്ക് കൂളംസ് ലോ അപ്ലൈ ചെയ്യൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോസസ് തിയറം ഉപയോഗിച്ചിട്ടാണ് ഒരു ലൈൻ ചാർജും ഒരു ചാർജ്ഡ് ഷീറ്റും ഒരു ചാർജ്ഡ് സ്ഫെരിക്കൽ ഷെല്ലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണുക. അതിലാദ്യത്തത് നമ്മളിപ്പോൾ കാണാൻ പോവാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ചാർജ്ഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ലൈൻ ഓഫ് ചാർജ്. ഇത് കണ്ടില്ലേ, ഇതൊരു തിൻ വയറാണ്. ഈ വയറിൽ നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദ പോസിറ്റീവ് ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ വയർ, ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ വയർ. നമ്മൾ പറയുക ഈ വയറിനൊരു ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഉണ്ട് എന്നാണ്. ഇനി ഈ വയർ കാരണം ഇതിന് പോസിറ്റീവ് ചാർജ് ഉള്ള കാരണം ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമുക്കിതിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. നമുക്ക് തൽക്കാലം ഇവിടെ ഞാൻ ഈ പെൻസിലിൻ്റെ പോയിന്റ് വെച്ച സ്ഥലത്ത് നമുക്ക് ആ പോയിന്റ് എടുക്കുക പി. ഈ പോയിന്റ് പിയിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യണം. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ വി ഷുഡ് ഹാവ് എ ഗോഷ്യൻ സർഫസ് വിച്ച് എൻക്ലോസസ് ദ ചാർജ്. ഈ ചാർജ് എൻക്ലോസ് ചെയ്യുന്ന ഒരു ഗോഷ്യൻ സർഫസ് വരയ്ക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഗോഷ്യൻ സർഫസ് വരയ്ക്കുക. സ്ഫിയറോ സിലിണ്ടറോ റെക്റ്റാങ്കിൾ ഏത് വേണമെങ്കിലും വരയ്ക്കുക. നമുക്ക് എളുപ്പത്തിൽ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കേസിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ് ആണ്. നമുക്ക് ഇവിടെയാണ് നമ്മളെ പോയിന്റ് പി എടുത്തത്. ഈ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെയാണ് നമ്മളെ പോയിന്റ് പി ഉള്ളത്. ഈ പിയിലൂടെ കടന്നു പോകുന്ന എൽ നീളമുള്ള ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ് നമ്മൾ വരച്ചു. ഇവിടെയാണ് നമ്മൾ പോയിന്റ് പി ഉള്ളത്. ഈ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. ഈ സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസിൽ ഒരു സിലിണ്ടറിന് 3 ഫേസ് ആണുള്ളത്. നിങ്ങൾക്കറിയാം, ഇത് ടോപ്പ് ഫ്ലാറ്റ് ഫേസ്, ഇത് താഴെയുള്ള ഫ്ലാറ്റ് ഫേസ്, പിന്നെ ഇതാണ് അടുത്തത്. ഇതിന് നമ്മൾ കേർവ്ഡ് ഫേസ് എന്നാണ് പറയുക. അങ്ങനെ കേർവ്ഡ് ഫേസ് ആണ്. അപ്പോൾ ഒരു ടോപ്പ് ഫ്ലാറ്റ് ഫേസ്, ബോട്ടം ഫ്ലാറ്റ് ഫേസ്, ഒരു കേർവ്ഡ് ഫേസ്, അങ്ങനെ 3 ഫേസാണ് ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസിന് ഉണ്ടാവുക. ഈ ഫേസിലും ഈ ഫേസിലൊക്കെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ മാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പോയിന്റ് പി ഇവിടെ അല്ലേ ഉള്ളത്. ഈ പോസിറ്റീവ് ചാർജ് ഇവിടെയുള്ള ഈ പോയിന്റ് പിയിൽ ഒരു +1 കുളുമ്പ് വെച്ചാൽ എങ്ങോട്ടാണ് റിപ്പിൽ ചെയ്യുക. അപ്പോൾ ഈ പോസിറ്റീവ് ലൈന് കാരണം നമ്മൾ പോയിന്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ, ഈ പോസിറ്റീവ് ലൈന് കാരണം നമ്മൾ പോയിന്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ് വരിക, ടുവേർഡ്സ് ലെഫ്റ്റ്. സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് 6 ആണ്. ഇനി നമ്മൾ ഈ ഫ്ലാറ്റ് ഫേസ് കാരണമുള്ള ഫ്ലക്സ് എത്രയാണെന്ന് കാണും. ഈ ഫ്ലാറ്റ് ഫേസ് കാരണമുള്ള ഫ്ലക്സ് എത്രയാണെന്ന് കാണും. ഈ കേർവ്ഡ് ഫേസ് കാരണമുള്ള ഫ്ലക്സ് എത്രയാണെന്ന് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഫ്ലാറ്റ് ഫേസിൻ്റെ മുകളിലൊരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുക. ആ ഏരിയൻ്റെ ഏരിയ വെക്ടർ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഈ ഏരിയക്ക് പെർപെൻഡിക്കുലറായിട്ട് പുറത്തേക്ക് വരയ്ക്കുന്ന വെക്ടറാണ് ഏരിയ വെക്ടർ. അപ്പോൾ ഇതാണ് വെക്ടർ DS. ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് വരിക. നമ്മൾ പോയിന്റ് പി ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ വെക്കണം, പോസിറ്റീവ് ചാർജിന് ഇങ്ങോട്ടാണ് തള്ളുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പം ഈ ടോപ്പ് ഫേസിൽ വെക്ടർ ഇയും വെക്ടർ ഡിഎസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. നമ്മൾ ബോട്ടം ഫേസ് കാരണമുള്ള ഫ്ലക്സ് കാണാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടം ഫേസിൽ ഒരു ചെറിയ ഏരിയ DS കൺസിഡർ ചെയ്യുക. ഇനി അതിൻ്റെ വെക്ടർ DS വരയ്ക്കാൻ പോവാണ്. വെക്ടർ DS നമ്മൾ പുറത്തേക്ക് പെർപെൻഡിക്കുലറായിട്ട് വരച്ചു.
നമ്മൾ ലൈൻ ചാർജ് ഇവിടെയാണ്, പോയിന്റ് പി ഇവിടെയാണ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് വരിക. ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വെച്ചാൽ ഇങ്ങോട്ടേക്കാണ് പോവുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ താഴത്തെ ബോട്ടം ഫ്ലാറ്റ് ഫേസിലും വെക്ടർ ഇയും വെക്ടർ ഡി എസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. നമുക്കിനി കേർവ്ഡ് ഫേസിൽ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യാം. കേർവ്ഡ് ഫേസിലൊരു ഏരിയ കൺസിഡർ ചെയ്തു, ചെറിയൊരു ഏരിയ ഡി എസ്. അതിൻ്റെ വെക്ടർ ഡി എസ് വരയ്ക്കാൻ പോവാണ്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ വരച്ചു. അപ്പം കേർവ്ഡ് ഫേസിൽ വെക്ടർ ഇയും വെക്ടർ ഡി എസും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. വെക്ടർ ഇ പാരലൽ വെക്ടർ ഡി എസ്. ഈ വയറിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ലെങ്ത് ആണ്. അപ്പോൾ ഇത്രയും ഭാഗത്തെ വയറിൻ്റെ നീളമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് L-ആണ്. അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽസ് ക്യൂ ബൈ L എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇത് ഇത്രയും ഭാഗത്തെ ചാർജ് നമ്മൾ ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്നത്, ഇത് ഫുൾ ചാർജ് ഉണ്ട്, പക്ഷേ നമ്മൾ ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് വരിക ക്യൂ ഈക്വൽസ് ലാംഡ L. വയറിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. ഇത്രയും ഭാഗത്തെ നീളം L-ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡ ഈക്വൽസ് ക്യൂ ബൈ L എന്ന് എഴുതാം. ക്യൂ ഈക്വൽസ് ലാംഡ L. ഇനി നമുക്ക് ഈ രണ്ട് ഫ്ലാറ്റ് ഫേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു വെക്ടർ ഇ ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ഡി എസ്. അപ്പോൾ തീറ്റ 0 ആണ് വരിക. നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇ ഡി എസ് കോസ് 90 എന്ന് വരും 0. അപ്പോൾ ഈ ബോട്ടം ഫേസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ടോപ്പ് ഫേസും ബോട്ടം ഫേസും കാരണം എന്തില്ല, ഫ്ലക്സ് ഇല്ല. പിന്നുള്ളത് കേർവ്ഡ് ഫേസ് ആണ്. കേർവ്ഡ് ഫേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വെക്ടർ ഇയും വെക്ടർ ഡി എസും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. So you can apply Gauss's theorem there. Integral of E dot ds equals q by epsilon 0. Integral of E ds cos 0, theta value 0 ആണ്, equals q by epsilon 0. Or integral of E ds equals q by epsilon 0. Cos 0 1 ആണ്. ഇനി ഇൻ്റഗ്രൽ ഇന്നാണ് പുറത്തേക്ക് എടുക്കുക. ഈ ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് ഈക്വൽസ് ക്യൂ എപ്സിലോൺ 0. ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ ആണ് വരിക. സിലിണ്ടറിൻ്റെ ഏരിയ 2πRL ആണ്. അപ്പോൾ നമുക്ക് ഇ ഇൻറ്റു 2πRL ഈക്വൽസ് ലാംഡ എൽ ഡിവൈഡ് ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ എൽ എന്ന് കൊടുക്കുക. ലാംഡ എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഓർ ഇ ഈക്വൽസ് ലാംഡ ബൈ 2πR എപ്സിലോൺ 0. So the electric field produced by a infinitely long line of charge is given by E equals lambda by 2πR epsilon 0. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് തിൻ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഒരു പ്ലെയിൻ ഷീറ്റ്, ചാർജുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് കാരണം ഏതെങ്കിലും ഒരു പോയിന്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാണാൻ പോവാണ്. അതിന് ആദ്യമായിട്ട് നിങ്ങളൊരു ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് കൺസിഡർ ചെയ്യുക. ഇതാണ് ആ ഷീറ്റ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഇതിന് ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളൂ, തിക്നെസ് ഇല്ല. അപ്പം നമ്മളതിലേക്ക് ചാർജ് കൊടുത്താൽ ഇത് ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ഏരിയ. നമ്മൾ പറയും ദ പ്ലെയിൻ ഷീറ്റ് ഹാസ് എ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. കണ്ടില്ലേ, സിഗ്മ. അപ്പോൾ ഈ ഷീറ്റ് കാരണം ഇതിന് ചുറ്റും ഇതിന് ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ ചാർജുള്ള ഷീറ്റ് കാരണം ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മൾ ഇതിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പോവാണ്. നമുക്കിതാ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു പോയിന്റ് പി, ഈ പെൻസിൽ വെച്ചെടുത്തൊരു പോയിന്റ് പി കൺസിഡർ ചെയ്യുക. ഈ പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെ അത് കാണണമെങ്കിൽ നമ്മൾ ഗോസസ് തിയറമാണ് അപ്ലൈ ചെയ്യുക. ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ഗോഷ്യൻ സർഫസ് എൻക്ലോസിങ് ദിസ് ചാർജ് ഷീറ്റ്. നമുക്കിഷ്ടമുള്ള ഗോഷ്യൻ സർഫസ് വരയ്ക്കാം. നമുക്ക് എളുപ്പത്തിൽ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റണം. ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ് ആണ്. കണ്ടില്ലേ, ഇവിടെയാണ് നമ്മളെ പോയിന്റ് പി ഉള്ളത്. ഈ പോയിന്റ് പി കിടക്കുന്ന ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസാണ് വരയ്ക്കുക. ദ സിലിണ്ടർ വിൽ എക്സ്റ്റെൻഡ് ഈക്വലി ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഷീറ്റ്. ഷീറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും തുല്യമായി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസാണ് നമ്മൾ വരയ്ക്കുക. ആ സിലിണ്ടറിൻ്റെ നീളം എല്ലും സിലിണ്ടറിൻ്റെ റേഡിയസ് ആറുമാണ്. നിങ്ങൾക്കറിയാം ഒരു സിലിണ്ടറിന് 3 ഫേസാണ് ഉള്ളത്. ഇതൊരു ഫ്ലാറ്റ് ഫേസ്, ഇത് അടുത്ത ഫ്ലാറ്റ് ഫേസ്, ഇതൊരു കേർവ്ഡ് ഫേസ്. നമ്മൾ ഈ ഫ്ലാറ്റ് ഫേസും
പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണെന്ന് നോക്കും. അതേപോലെ ഈ കേർവ്ഡ് ഫേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണെന്ന് നോക്കും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് വി വിൽ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് പി ഡ്യൂ ടു ദിസ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. നിങ്ങളൊരു ചെറിയ ഏരിയ ഡി എസ് ഇവിടെ കൺസിഡർ ചെയ്യുക. ഈ ഫ്ലാറ്റ് ഫേസിൽ ഒരു ചെറിയ ഏരിയ ഡി എസ് കൺസിഡർ ചെയ്യുക. ആ ഡി എസിൻ്റെ ഏരിയ വെക്ടർ എങ്ങനെയാണ് വരയ്ക്കുക? ആ ഡി എസിന് ഈ ഫ്ലാറ്റ് ഫേസിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ഏരിയ വെക്ടർ വരച്ചു. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഈ പോസിറ്റീവ് ചാർജിനെ ഈ പോസിറ്റീവ് ഷീറ്റ് എങ്ങോട്ടാണ് റിപ്പിൽ ചെയ്യുക? അങ്ങോട്ടാണ് റിപ്പിൽ ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതായത് ഈ ഫ്ലാറ്റ് ഫേസിൽ വെക്ടർ ഇയും വെക്ടർ ഡി എസും പാരലലാണ്. തീറ്റൻ്റെ വാല്യൂ 0 ആണ്. ഇനി നമുക്ക് ഈ ഫേസിൽ ഒരു വെക്ടർ ഈ ഫേസിൽ ഒരു ചെറിയ ഏരിയ ഡി എസ് കൺസിഡർ ചെയ്യാം. ഇതാ ഈ ഫേസിൽ ഒരു ചെറിയ ഏരിയ ഡി എസ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. ഈ ഫേസിന് പെർപെൻഡിക്കുലറായിട്ട് ഏരിയ വെക്ടർ ഡി എസ് വരച്ചു. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഈ ഷീറ്റ് പോസിറ്റീവ് ചാർജിന് എങ്ങോട്ടേക്കാണ് തള്ളുക? അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് ഫേസിലും വെക്ടർ ഇയും വെക്ടർ ഡി എസും പാരലലാണ്. തീറ്റൻ്റെ വാല്യൂ 0 ആണ്. നമുക്ക് ഈ കേർഡ് ഫേസ് എടുക്കാം. കേർഡ് ഫേസിൻ്റെ ഇവിടെ ഒരു സ്മോൾ ഏരിയ ഡി എസ് കൺസിഡർ ചെയ്യാം. കേർഡ് ഫേസിൻ്റെ മുകളിൽ നമ്മളൊരു ചെറിയ ഏരിയ ഡി എസ് കൺസിഡർ ചെയ്തു. അതിൻ്റെ വെക്ടർ ഡി എസ് വരച്ചു. വെക്ടർ ഡി എസ് ഇതാ ഈ ഏരിയക്ക് പെർപെൻഡിക്കുലർ ഡി എസ് വരച്ചു. നമുക്കറിയാം ഇവിടെ ഒരു പോയിന്റിൽ ഒരു +1 ചാർജ് വെച്ചാൽ ഈ +1 ചാർജിന് ഈ ഷീറ്റ് ഇങ്ങോട്ടേക്കാണ് റിപ്പൽ ചെയ്യുക. അപ്പോൾ ഇവിടെ കേർഡ് ഫേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. We can say that for the curved face vector E perpendicular vector ds theta equals 90 degree. ഈ ഷീറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ ആണ്. ഏരിയ ഡി എസ് എന്ന് എടുക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് സിഗ്മ ഈക്വൽസ് ക്യൂ ബൈ ഡി എസ് ഓർ ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ് ക്യൂ ഈക്വൽസ് സിഗ്മ ഡി എസ്. ഇനി നമ്മൾ കേർഡ് ഫേസിൽ നമ്മൾ കണ്ടു വെക്ടർ ഇയും വെക്ടർ ഡി എസും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അവിടെ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എസ് കോസ് 90. കോസ് 90 0 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് ഈ കേർഡ് ഫേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് 0 ആണ്. ഇനി ഈ രണ്ട് ഫ്ലാറ്റ് ഫേസിലോ ഈ ഫ്ലാറ്റ് ഫേസിലും തീറ്റ 0 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഗോസ് തിയറം അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽസ് ക്യൂ ബൈ എപ്സിലോൺ 0. ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എസ് കോസ് 0 ഈക്വൽസ് ക്യൂ ബൈ എപ്സിലോൺ 0. തീറ്റൻ്റെ വാല്യൂ 0 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എസ് ഈക്വൽസ് ക്യൂ ബൈ എപ്സിലോൺ 0. ഈ രണ്ട് പുറത്തേക്ക് എടുക്കുക. ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് ഈക്വൽസ് ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ആണ്. ഇതിൻ്റെ ഏരിയ πr² വരിക. നമുക്കത് എഴുതണം. നമുക്ക് ഡി എസ് തന്നെ എഴുതിയാൽ മതി. ഈ രണ്ട് ഫ്ലാറ്റ് ഫേസിലും ഫ്ലക്സ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രൽ ഡി എസിന് നമുക്ക് 2ds എന്ന് എഴുതാം. ഡി എസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് πr² എന്ന് വരിക. അത് തൽക്കാലം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഡി എസ് എന്ന് ഇട്ടാൽ മതി. അപ്പോൾ ഇ ഇൻറ്റു രണ്ട് ഫ്ലാറ്റ് ഫേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രൽ ഡി എസിനെ നമ്മൾ 2ds എന്ന് എഴുതി. ക്യൂവിൻ്റെ വാല്യൂ സിഗ്മ ഡി എസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് കിട്ടുക ഇ ഇൻറ്റു 2ds ഈക്വൽ സിഗ്മ ഡി എസ് ബൈ എപ്സിലോൺ 0. ഒന്നുകൂടി പറയാം. ഇൻ്റഗ്രൽ ഡി എസിൻ്റെ 2ds എന്ന് എഴുതുന്നത് രണ്ട് ഫ്ലാറ്റ് ഫേസിലും ഫ്ലക്സ് ഉള്ളതുകൊണ്ടാണ്. അതിൽ ഡി എസും കട്ടായി പോകും. ഇ ഈക്വൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സോ ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് at a point P is E equals sigma by 2 epsilon 0. ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവും. അപ്പോൾ നമ്മളെടുത്ത പോയിന്റ് പി എവിടെയാണ്? പോയിന്റ് പി ഈ ഷീറ്റിൽ നിന്നും L/2 ഡിസ്റ്റൻസ് അകലെയാണ് അല്ലേ? ഇവിടുന്ന് L/2 ഡിസ്റ്റൻസ് അകലെയാണ്. നമുക്ക് കിട്ടിയ വാല്യൂ E is equal to sigma by 2 epsilon 0. കുറച്ച് പോയിന്റ് പി ഇവിടെ ഇരുന്നെങ്കിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് വരാം? ഇവിടെ ഇരുന്നെങ്കിൽ നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്. ഇവിടെ r എന്നുള്ള ഡിസ്റ്റൻസ് ഇല്ല ഇക്വേഷനിൽ. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് r ഓഫ് ദ പോയിന്റ് ഫ്രം ദ പ്ലെയിൻ ഷീറ്റ്. ഇവിടെയായാലും ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. അപ്പോൾ ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിൻ്റെ ഒരു പ്രത്യേകതയാണ് ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് അറ്റ് എനി പോയിന്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ the distance r of the point from the plane sheet. We have seen the electric field produced by a plane sheet, produced by one plane sheet
അറ്റ് എനി പോയിൻ്റ് ഈസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഒരു ഷീറ്റാണ് എങ്കിൽ, ഒരു ചാർജുള്ള ഷീറ്റാണ് എങ്കിൽ അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് പ്ലെയിൻ ഷീറ്റ് ഉണ്ടെങ്കിലോ, വി ആർ ഹാവിങ് 2 പാരലൽ പ്ലെയിൻ ഷീറ്റ്സ്. ദ ഫസ്റ്റ് ഷീറ്റ് എ ഹാവ് a charge density, surface charge density sigma 1, and the second sheet B have a charge density sigma 2. We are assuming that sigma 1 is greater than sigma 2. ഇതിനാണ് ചാർജ് ഡെൻസിറ്റി കൂടുതൽ ആദ്യത്തെ ഷീറ്റിന്. ഇനി നമുക്ക് ഓരോ റീജിയനിലെയും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുനോക്കുക. ഈ റീജിയൻ 1ലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം, റീജിയൻ 2ലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം, റീജിയൻ 3ലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം. റീജിയൻ 1ൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാനുള്ള കാരണം എന്താ? ഈ ചാർജ്ഡ് ഷീറ്റ് കാരണം ഇവിടെ ഒരു ഫീൽഡ് ഉണ്ടാവും, നമുക്കതിന് E1 എന്ന് കൊടുക്കുക. ഈ ചാർജ് ഷീറ്റ് കാരണവും ഇവിടെ ഒരു ഫീൽഡ് ഉണ്ടാവും, നമുക്കതിന് E2 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള നെറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദ വെക്റ്റർ സം ഓഫ് E1 ആൻഡ് E2. ആദ്യം നമുക്ക് ഈ ഷീറ്റ് സിഗ്മ 1 ചാർജ് ഡെൻസിറ്റി ഉള്ള ഷീറ്റ് കാരണം ഈ പോയിന്റിലുള്ള ഫീൽഡ് കാണാൻ പോവാണ്. ഞാനതിന് E1 എന്ന് കൊടുക്കുകയാണ്. E1ൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം, ഒരു ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. ഇതിൻ്റെ ചാർജ് സിഗ്മ 1 ആയതുകൊണ്ട് ഈ ഷീറ്റ് കാരണം ഇവിടെയുള്ള ഫീൽഡ് E1 ഈക്വൽസ് സിഗ്മ 1 ബൈ 2 എപ്സിലോൺ 0. ഇനി ഡയറക്ഷൻ കാണണം. ഡയറക്ഷൻ കാണാൻ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് കൊടുക്കുക. ഈ പോസിറ്റീവ് ഷീറ്റ് ഈ പോസിറ്റീവ് ചാർജിനെ ലെഫ്റ്റിലേക്കാണ് റിപ്പൽ ചെയ്യുക. അതുകൊണ്ട് E1ൻ്റെ ഡയറക്ഷൻ ഇവിടെ ബ്ലൂ ലൈൻ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് E1ൻ്റെ വാല്യൂ കിട്ടി സിഗ്മ 1 ബൈ 2 എപ്സിലോൺ 0. ഇനി അതേപോലെ വി വിൽ സീ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് റീജിയൻ 1 ഡ്യൂ ടു ദ ഷീറ്റ് ബി. ബീൻ്റെ ചാർജ് സിഗ്മ 2 ആണ്. അപ്പോൾ ഈ ഷീറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് സിഗ്മ 2 ബൈ 2 എപ്സിലോൺ 0. ഡയറക്ഷൻ കാണാൻ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഈ പോസിറ്റീവ് ചാർജുള്ള ഷീറ്റ് ബി ഈ പോസിറ്റീവ് ചാർജിനെ ലെഫ്റ്റിലേക്ക് റിപ്പൽ ചെയ്യുക. അപ്പോൾ E2വും ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ E2ൻ്റെ വാല്യൂ വരിക സിഗ്മ 2 ബൈ 2 എപ്സിലോൺ 0 ടുവേർഡ്സ് ലെഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ നെറ്റ് ഫീൽഡ് അറ്റ് റീജിയൻ 1? വെക്റ്റർ സം ഓഫ് E1 ആൻഡ് E2 രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് സിഗ്മ 1 ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ 2 ബൈ 2 എപ്സിലോൺ 0 വിൽ ഗെറ്റ് സിഗ്മ 1 പ്ലസ് സിഗ്മ 2 ഡിവൈഡഡ് ബൈ 2 epsilon 0. So the net field will be E equals sigma 1 plus sigma 2 by 2 epsilon 0. രണ്ട് ഫീൽഡും ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് നെറ്റ് ഫീൽഡും ലെഫ്റ്റിലേക്കായിരിക്കും. ഇനി നമുക്ക് റീജിയൻ 2 നോക്കുക. റീജിയൻ 2 ഇവിടെയാണ്. റീജിയൻ 2ൽ ഈ ഫസ്റ്റ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് E1 ഈക്വൽ സിഗ്മ 1 ബൈ 2 എപ്സിലോൺ 0. ഡയറക്ഷൻ നോക്കണം. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഈ പോസിറ്റീവ് ഷീറ്റ് പോസിറ്റീവ് ചാർജിനെ റൈറ്റിലേക്കാണ് റിപ്പൽ ചെയ്യുക. അപ്പോൾ E1ൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഷീറ്റ് ഈ റീജിയൻ 2ൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് നോക്കുക. രണ്ടാമത്തെ ഷീറ്റ് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഈ ഷീറ്റ് ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ടേക്കാണ് ലെഫ്റ്റിലേക്കാണ് റിപ്പൽ ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ഷീറ്റ് E2 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് E2 വിൽ ബി ടുവേർഡ്സ് ലെഫ്റ്റ്. ദ ടു ഫീൽഡ്സ് ആർ ഓപ്പോസിറ്റ് direction, so the net field will be നമ്മൾ എടുക്കുമ്പോൾ E is equal to vector E1 plus vector E2 എന്ന് എഴുതും. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് the net field will be equal to E1 minus E2 sigma 1 by 2 epsilon 0 minus sigma 2 by 2 epsilon 0. So you will get E equals sigma 1 minus sigma 2 divided by 2 epsilon 0. ഇനി നമുക്ക് റീജിയൻ 3 ഒന്ന് നോക്കുക. റീജിയൻ 3ൽ ഇതേപോലെ ചെയ്താൽ മതി. ഫസ്റ്റ് ഷീറ്റ് കാരണം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് E1, അതിൻ്റെ വാല്യൂ സിഗ്മ 1 ബൈ 2 എപ്സിലോൺ 0. ഡയറക്ഷനോ ഇവിടെ പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഈ ഫസ്റ്റ് ഷീറ്റ് ഈ പോസിറ്റീവ് ചാർജിനെ റൈറ്റിലേക്കാണ് റിപ്പൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്ക് E1. ഇനി രണ്ടാമത്തെ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എന്തായിരിക്കും? സിഗ്മ 2 ബൈ 2 എപ്സിലോൺ 0. രണ്ടാമത്തെ ഷീറ്റ് ഒരു പോസിറ്റീവ് ചാർജിനൂടെ വെച്ചാൽ രണ്ടാമത്തെ ഷീറ്റ് പോസിറ്റീവ് ചാർജിനെ റൈറ്റിലേക്കാണ് റിപ്പൽ ചെയ്യുക. അപ്പോൾ E2ൻ്റെ ഡയറക്ഷനും റൈറ്റിലേക്കാണ്. അപ്പോൾ രണ്ട് ഫീൽഡും റൈറ്റിലേക്കായതുകൊണ്ട് നെറ്റ് ഫീൽഡ് E1 പ്ലസ് E2 എന്നാണ് വരിക. നമ്മൾ ആൻസർ സിഗ്മ 1 പ്ലസ് സിഗ്മ 2 ബൈ 2 എപ്സിലോൺ 0 ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ഈ രീതിയിൽ യു ക്യാൻ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു 2 പാരലൽ പ്ലെയിൻ ഷീറ്റ്സ് ഓഫ് ചാർജസ്.
ഇനി ആ രണ്ട് ഷീറ്റിലുമുള്ള ചാർജ് ഈക്വലും ഓപ്പോസിറ്റുമാണെങ്കിലോ ആദ്യത്തെ ഷീറ്റിൻ്റെ ചാർജ് സിഗ്മ, രണ്ടാമത്തെ ഷീറ്റിൻ്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ. സോ ദ ടു ഷീറ്റ്സ് ആർ പാരലൽ ആൻഡ് ദേ ആർ ഹാവിങ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ റീജിയൻ 1-ൽ നമുക്കുണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ 1 പ്ലസ് സിഗ്മ 2/2 എപ്സിലോൺ 0 എന്നാണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ പ്ലസ് മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0 എന്ന് വരും. സിഗ്മ പ്ലസ് മൈനസ് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ ഇൻ റീജിയൻ 1 ദ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0. ഇനി നമുക്ക് റീജിയൻ 2 നോക്കുക. റീജിയൻ 2-ൽ നമുക്ക് കിട്ടിയിരുന്നത് സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 എപ്സിലോൺ 0 എന്നാണ്. അപ്പോൾ സിഗ്മ 1ൻ്റെ സ്ഥാനത്ത് സിഗ്മ കൊടുക്കുക, സിഗ്മ 2ൻ്റെ സ്ഥാനത്ത് മൈനസ് സിഗ്മ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻ റീജിയൻ 2 സിഗ്മ മൈനസ് ഓഫ് മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്നാണ് വരിക. അപ്പോൾ 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്നാണ് വരിക. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഇനി നമുക്ക് റീജിയൻ 3 ഒന്ന് നോക്കുക. ഇതാണ് റീജിയൻ 3. റീജിയൻ 3-ൽ നമുക്ക് കിട്ടിയ ഫീൽഡ് സിഗ്മ 1 പ്ലസ് സിഗ്മ 2/2 എപ്സിലോൺ 0. ഇവിടെയും സിഗ്മ 1-ന് സിഗ്മ എന്ന് കൊടുക്കുക, സിഗ്മ 2-ന് മൈനസ് സിഗ്മ എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക സിഗ്മ പ്ലസ് മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താ? ഇഫ് യു ആർ ഹാവിങ് 2 പാരലൽ ഷീറ്റ്സ് ഓഫ് ചാർജസ് സിഗ്മ ആൻഡ് മൈനസ് സിഗ്മ, if you are having 2 parallel sheets of equal and opposite charge, there will be an electric field in between the 2 sheets. നമ്മൾ 3 റീജിയൻ എടുത്തു, ഒന്ന് 2 പുറത്തും ഒന്ന് 2 ഷീറ്റിൻ്റെ ഉള്ളിലുമായിട്ടാണ്. അപ്പോൾ 2 ഷീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലേ. ഇഫ് യു ആർ ഹാവിങ് 2 പാരലൽ ഷീറ്റ്സ് ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, there will be an electric field in between the 2 plates. ആ ഫീൽഡിൻ്റെ വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ 0. ആ ഒരു അറേഞ്ച്മെൻറ്റിന് നമ്മൾ കപ്പാസിറ്റർ എന്നാണ് പറയുക. 2 പാരലൽ ഷീറ്റ്സ് ഹാവിങ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് kept at a small separation. That arrangement is called കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ 0. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്പെരിക്കൽ ഷെൽ. ഒരു ചാർജുള്ള സ്പിയർ ഉണ്ട് എങ്കിൽ ആ സ്പിയർ കാരണം ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു സ്പിയറാണ്. ഈ സ്പിയറിൻ്റെ മുകളിൽ നമ്മൾ ചാർജ് കൊടുത്തിട്ടുണ്ട്. സ്പിയറിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. ഈ സ്പിയറിലേക്ക് നമ്മൾ ചാർജ് കൊടുത്താൽ ദ ചാർജ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ഏരിയ. സോ ദ സ്പിയർ വിൽ ഹാവ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സിഗ്മ. സ്പിയറിൻ്റെ സെൻറ്റർ ആണ്. സ്പിയറിൻ്റെ നമ്മളെ ചാർജ്ഡ് സ്പെരിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. സ്പിയറിലേക്ക് നമ്മൾ കൊടുത്ത ചാർജ് Q ആണ്. ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുമ്പോൾ സിഗ്മ ഈക്വൽസ് ചാർജ് ബൈ ഏരിയ എന്നാണ് വരിക. നമ്മൾ സ്പെരിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് R ആകുമ്പോൾ അതിൻ്റെ ഏരിയ 4πr² ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സിഗ്മ ഈക്വൽസ് ചാർജ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ 4πr². അപ്പോൾ ഈ സ്പിയറിന് ചാർജ് ഉള്ളത് കൊണ്ട് ഇതിന് ചുറ്റും എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മളിതിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക. അതായത് ഈ പെൻസിൽ വെച്ച പോയിന്റിൽ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക, P. നമ്മൾ കാണാൻ പോകുന്നത് ഈ പോയിൻ്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമ്മളെ ഹെഡിങ് അതാ, അറ്റ് എ പോയിൻ്റ് P ഔട്ട്സൈഡ് ദ ഷെൽ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഔട്ട്സൈഡ് ദ ഷെൽ. അതെങ്ങനെയാണ് നമ്മൾ കാണുക? നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യും. ഗോസസ് തിയറം അപ്ലൈന് എന്ത് വേണം? ഒരു ഗോഷ്യൻ സർഫസ് വേണം. എ ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസ് വേണം.
ആ ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസ് ഏത് ഷേപ്പിലുള്ളതും ആവാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് എളുപ്പം ഒരു സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പോയിൻ്റ് പിയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ചിത്രത്തിലേക്ക് നോക്കിക്കോളൂ കേട്ടോ. പോയിൻ്റ് പി ആണ്. ആ പോയിൻ്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്. ആ പോയിൻ്റ് പിയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് നമ്മൾ വരച്ചു. യെല്ലോ സർക്കിൾ, അതാണ് നമ്മൾ സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ്. ഈ ബ്ലൂ സർക്കിൾ എന്താ? നമ്മൾ ചാർജ്ഡ് സ്ഫിയറാണ്. ഈ ചാർജ്ഡ് സ്ഫിയറാണ് പോയിൻ്റ് പിയിൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് 6 ആണ്. നമ്മൾ പോയിൻ്റ് പി കിടക്കുന്നത് സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും സ്മോളാർ ഡിസ്റ്റൻസ് അകലെയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ചാർജ്ഡ് സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഗോഷ്യൻ സർഫസായ സ്ഫിയറിൻ്റെ റേഡിയസ് സ്മോൾ ആറും. ഇനി നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പിക്ക് ചുറ്റും ഒരു ചെറിയ ഏരിയ ഡി എസ്, ഈ പോയിൻ്റ് പിക്ക് ചുറ്റും ഒരു ചെറിയ ഏരിയ ഡി എസ് നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് സ്മോൾ ഏരിയ ഡി എസ്. ഇനി ആ ഡി എസിൻ്റെ വെക്ടർ ഡി എസ് വരയ്ക്കാൻ പോവാം കേട്ടോ. ഡി എസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്ക് നമ്മൾ വരയ്ക്കുന്ന വെക്ടറാണ് ഏരിയ വെക്ടർ, വെക്ടർ ഡി എസ്. അതാ വെക്ടർ ഡി എസ് വരച്ചു. ഇനി ഈ പോയിൻ്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരയ്ക്കാൻ പോവാം. ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ നമ്മൾ ഈ സ്ഫിയർ ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പുറത്തേക്കാണ് റിപ്പൽ ചെയ്യുക. അപ്പോൾ ആ ഡയറക്ഷൻ ഞാൻ വരയ്ക്കാൻ പോവാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്? വെക്ടർ ഇയും വെക്ടർ ഡി എസും ഒരേ ലൈനിലാണ്. They are along the same line. So the angle between vector E and vector ds is 0. ഒരു സ്ഫിയറിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് ഗോസ് തിയറം പറഞ്ഞപ്പോൾ. ഒരു സ്ഫിയർ ആകുമ്പോൾ നമ്മൾ എവിടെ പോയിൻ്റ് എടുത്താലും അവിടെയൊക്കെ വെക്ടർ ഇയും വെക്ടർ ഡി എസും തമ്മിലുള്ള ആംഗിൾ തീറ്റ 0 ആയിരിക്കും. ഇനി ഗോസസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഗോസ് തിയറം എഴുതുക. ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽസ് Q by epsilon 0. വെക്ടർ ഇയും വെക്ടർ ഡി എസും തമ്മിലുള്ള ആംഗിൾ തീറ്റ 0 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇ ഡി എസ് കോസ് 0 എന്ന് വരും. കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസിന് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എസ് എന്ന് എഴുതാം. സോ യു ഗെറ്റ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എസ് ഈക്വൽസ് Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് ഈക്വൽസ് Q ബൈ എപ്സിലോൺ 0. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ ഡി എസിന് നമ്മൾ ഗോഷ്യൻ സർഫസിലെടുത്ത ചെറിയ ഡി എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ ആണ് കിട്ടുക. ഈ വലിയ സ്ഫിയറിൻ്റെ ഏരിയ 4π സ്മോൾ ആർ സ്ക്വയർ ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ ഡി എസിൻ്റെ വാല്യൂ എഴുതുക. ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസിന് പകരം 4π ആർ സ്ക്വയർ എന്ന് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ കാണാം. ഇ ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ ഇതിനോട് താഴേക്ക് കൊണ്ടുവന്നാൽ മതി. ഇ ഈക്വൽസ് 1/4π എപ്സിലോൺ 0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മളെ റിസൾട്ട്. ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് സ്പെരിക്കൽ ഷെൽ അറ്റ് എ പോയിൻ്റ് പി ഔട്ട്സൈഡ് ദ ഷെൽ. ഷെല്ലിന് പുറത്തുള്ളൊരു പോയിൻ്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വരിക. ഇ ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q ബൈ ആർ സ്ക്വയർ. ഇനി വേണമെങ്കിൽ നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. ഈ ഇക്വേഷൻ നോക്കി നമുക്ക് കാണാം. ക്യൂവിൻ്റെ വാല്യൂ സിഗ്മ ഇൻറ്റു 4π ആർ സ്ക്വയർ ആണ്. ക്യൂവിൻ്റെ വാല്യൂ 4π ആർ ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇൻറ്റു സിഗ്മ എന്നാണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടാൻ നോക്കുക. ക്യൂവിൻ്റെ സ്ഥാനത്ത് 4π ആർ സ്ക്വയർ സിഗ്മ എന്ന് കൊടുത്താൽ 4πയും 4πയും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ നമുക്ക് ബാക്കി ഉണ്ടാവുക ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 സ്മോൾ ആർ സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടോ നിങ്ങൾക്ക് ഒരു സ്പെരിക്കൽ ഷെല്ല് പുറത്തുള്ളൊരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദർ ആർ 2 ഇക്വേഷൻസ് ടു റിപ്രസെൻറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്പെരിക്കൽ ഷെൽ അറ്റ് എ പോയിന്റ് P outside the shell.
ഇനി രണ്ടാമത്തെ കേസ് അറ്റ് എ പോയിൻ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന പോയിൻ്റ് ഷെല്ലിൻ്റെ സർഫസ് തന്നെയാണ്. ചിത്രം നോക്കുക. ഇതാണ് നമ്മളെ ഷെല്ലിൻ്റെ സെൻറ്റർ O, ഷെല്ലിൻ്റെ റേഡിയസ് R. ഇനി ഞാൻ ഷെല്ലിൻ്റെ മുകളിലൊരു പോയിൻ്റ് എടുക്കാൻ പോവാണ് A. ഇതാണ് നമ്മളെ പോയിൻ്റ് A. I want to find the electric field at A due to this charged shell. ഒരു ചാർജ്ഡ് ബോഡി ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എനിക്ക് കാണേണ്ടത് അതിൻ്റെ സർഫസിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ അത് കാണാൻ എന്താ ചെയ്യുക? ഗോസസ് തിയറം അപ്ലൈ ചെയ്യണം. ഗോസസ് തിയറം അപ്ലൈ എന്ത് ചെയ്യണം? ആ പോയിൻ്റ് എയിലൂടെ കടന്നു പോകുന്ന ഗോഷ്യൻ സർഫസ് വരയ്ക്കണം. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഗോഷ്യൻ സർഫസ് ഈ സ്ഫിയറിൻ്റെ മുകളിൽ കൂടെ തന്നെ ഉള്ള ഒരു ഗോഷ്യൻ സർഫസ് വരയ്ക്കാൻ പോവാണ്. നമ്മളവിടെ വരച്ചു. ഞാൻ മുകളിൽ തന്നെ വരയ്ക്കുന്നില്ല, അവിടെ വരച്ചു നമ്മളെ ഗോഷ്യൻ സർഫസ്. എന്നിട്ട് എക്ക് ചുറ്റും ഒരു സ്മോൾ ഏരിയ DS വരയ്ക്കുക. ആ DS പെർപെൻഡിക്കുലറായിട്ട് വെക്റ്റർ DS വരയ്ക്കുക. നിങ്ങൾക്കറിയാം ഒരു സ്ഫിയറിൻ്റെ കേസിൽ ഈ വെക്റ്റർ ഇയും വെക്റ്റർ DSും ഇലക്ട്രിക് ഫീൽഡും വെക്റ്റർ DSും ഒരേ ലൈനിലാണ് വരിക. ചിത്രം നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മളൊരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഈ സ്ഫിയർ ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ടേക്കാണ് റിപ്പൽ ചെയ്യുക. സോ അഗെയിൻ ഹിയർ ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ വെക്റ്റർ ഇ ആൻഡ് വെക്റ്റർ DS ഈസ് 0. ഇനി നിങ്ങൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യുക. Integral of E dot ds equals q by epsilon 0. ഈ വെക്റ്റർ ഇയും വെക്റ്റർ DSും ഒരേ ലൈനിലാണ്. ഇറ്റ് ഇസ് ക്ലിയർ ഫ്രം ദ ഡയഗ്രാം. അപ്പോൾ EDS കോസ് 0 എന്ന് എഴുതാം. കോസ് 0 1 ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് EDS ഈക്വൽസ് q by epsilon 0. അടുത്ത സ്റ്റെപ്പിൽ ഈനെ പുറത്തേക്ക് എടുക്കുക. E ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് DS ഈക്വൽസ് q by epsilon 0. ഇവിടെ എന്താണ് നമ്മുടെ DSനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈ സ്ഫിയറിൻ്റെ ഏരിയ ആണ് കിട്ടുക. ഈ സ്ഫിയറിൻ്റെ ഏരിയ 4π ക്യാപിറ്റൽ R² ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് DSൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E ഇൻറ്റു 4π ക്യാപിറ്റൽ R² ഈക്വൽസ് q by epsilon 0. ഇനി എനിക്ക് ഇതിൻ്റെ വാല്യൂ കാണാം. അതിനോട് താഴേക്ക് കൊണ്ടുവന്നാൽ മതി. E ഈക്വൽസ് 1/4π epsilon 0 q by ക്യാപിറ്റൽ R². വേണമെങ്കിൽ നമുക്ക് Q എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റിൻ്റെ ടേംസിൽ എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് Q ഇസ് ഈക്വൽ ടു 4π ക്യാപിറ്റൽ R² സിഗ്മ എന്ന്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് E ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. അതിൽ വെട്ടാനുള്ളതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് E ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും വെച്ചിട്ട് ഇക്വേഷനും വെച്ചിട്ട് യു ക്യാൻ എക്സ്പ്രസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. ഇനി അടുത്തത് മൂന്നാമത്തെ കേസ്, ഒരു സ്പെരിക്കൽ ഷെല്ലിൻ്റെ കേസിൽ മൂന്നാമത്തെ കേസ് അറ്റ് എ പോയിൻ്റ് B ഇൻസൈഡ് ദ ഷെൽ. ഇതാണ് നമ്മളെ ചാർജ്ഡ് സ്പെരിക്കൽ ഷെല്ല്. ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ നമ്മൾ പറഞ്ഞാണ്. ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന പോയിൻ്റ് ഇവിടെയാണ്, ഇതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിൽ B എന്നുള്ള പോയിൻ്റ്. ഐ വാണ്ട് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിൻ്റ് B ഇൻസൈഡ് ദ ഷെൽ ഡ്യൂ ടു ദിസ് ചാർജ്ഡ് ഷെൽ. ഈ ചാർജ് ഷെല്ല് കാരണം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഇതാണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു പോയിൻ്റ് B അതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്യും. B ഇതാ മാർക്ക് എ പോയിൻ്റ് B. ബിയിലുള്ള ഫീൽഡാണ് കാണേണ്ടത്. കാണാൻ എന്ത് ചെയ്യണം? ഗോസസ് തിയറം അപ്ലൈ ചെയ്യണം. ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ എന്ത് വേണം? ഒരു ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസ് വേണം. ബിയിലൂടെ കടന്നു പോകുന്ന ഒരു സ്പെരിക്കൽ ഗോഷ്യൻ സർഫസ് ഞാൻ വരയ്ക്കാൻ പോവാണ്. അതാ ഓറഞ്ച് സ്ഫിയർ അടയാളപ്പെടുത്തിയത് സ്പെരിക്കൽ ഗോഷ്യൻ സർഫസ് ആണ്. ബി കിടക്കുന്നത് R' ഡിസ്റ്റൻസ് അകലെയാണ് സെൻറ്ററിൽ നിന്നും. R' ഡിസ്റ്റൻസ്, ദിസ് ഇസ് R' ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ സ്പെരിക്കൽ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് R' ആണ്. ഇനി ഗോസസ് തിയറം അപ്ലൈ ചെയ്യുക. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ നിങ്ങൾ നമ്മളെ സ്പെരിക്കൽ ഗോഷ്യൻ സർഫസിലൊരു ചെറിയ ഏരിയ DS കൺസിഡർ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ വെക്റ്റർ DSും വെക്റ്റർ ഇയും അടയാളപ്പെടുത്തുക. അപ്പോൾ തമ്മിലുള്ള ആംഗിൾ നിങ്ങൾക്കറിയാം, ഒരു സ്ഫിയർ ആയതുകൊണ്ട് തീറ്റ വിൽ ബി ഈക്വൽ ടു 0. ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ വെക്റ്റർ ഇ ആൻഡ് വെക്റ്റർ DS ഫോർ എ സ്ഫിയർ വിൽ ബി 0. ഇനി ഗോസ് തിയറം അപ്ലൈ ചെയ്യാം. ഇൻറ്റഗ്രൽ ഓഫ് E ഡോട്ട് DS ഇസ് ഈക്വൽ ടു q ബൈ എപ്സിലോൺ 0. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പാണ്. തീറ്റ 0 ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ ഓഫ് E DS ഈക്വൽസ് q ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഈനെ പുറത്തേക്ക് എടുക്കുക.
ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ ആണ്. ഇതാണ് ഡി എസ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മൾ ഈ ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ കിട്ടുക 4πr' എന്ന് വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ ഇൻറ്റു 4πr' ഈക്വൽസ് Q/ε0. ഇനി ഒരു കണ്ടക്ടറിൻ്റെ പ്രത്യേകത, ഒരു കണ്ടക്ടറിലേക്ക് നിങ്ങൾ ചാർജ് കൊടുത്താൽ ആ ചാർജ് ആ കണ്ടക്ടറിൻ്റെ സർഫസിൽ മാത്രമേ നിൽക്കുള്ളൂ. ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫ്രം ദ ഡയഗ്രാം. ദ ചാർജ് Q given to the conductor is spread only on the surface of the conductor. അതിൻ്റെ അർത്ഥം കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ചാർജ് ഒന്നും ഉണ്ടാവില്ല. ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ ചാർജ് ഒന്നുമില്ല. ഈ Q എന്ന് പറഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ് എന്നാണ്. കോസസ് തിയറി ഓർമ്മല്ലേ? അപ്പോൾ ഇത് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ് എന്നാണ്. ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ ചാർജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ക്യൂവിൻ്റെ വാല്യൂ 0 കൊടുക്കുക. ക്യൂവിൻ്റെ വാല്യൂ 0 കൊടുത്താൽ ഇ ഇൻറ്റു 4πr' ഈക്വൽ 0 എന്ന് കിട്ടും. അതായത് ഇ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട റിസൾട്ടാണ് പറയുന്നത്. വെൻ എ ചാർജ് ഈസ് ഗിവൺ ടു എ കണ്ടക്ടർ ദ ചാർജ് വിൽ റിസൈഡ് എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്ന അർത്ഥം കേട്ടോ. ദ ചാർജ് വിൽ സ്റ്റേ ഓൺലി ഓൺ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. ഇൻസൈഡ് എ കണ്ടക്ടർ ചാർജ് Q വിൽ ബി 0. ഇൻസൈഡ് എ കണ്ടക്ടർ ചാർജ് Q വിൽ ബി 0. ദെയർഫോർ ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ. ഇവിടെ നമ്മൾ പോയിൻ്റ് ബി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട 1-2 പോയിൻ്റ് നമ്മളിവിടെ പറഞ്ഞു. ഇൻസൈഡ് എ കണ്ടക്ടർ ചാർജ് Q ഈക്വൽസ് 0. ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽസ് 0. ഇനി നമുക്കൊരു ഗ്രാഫ് വരച്ച് നോക്കിയാലോ. നമ്മളിപ്പോൾ ഒരു സ്പെരിക്കൽ ഷെല്ലിൻ്റെ കേസിൽ നമ്മൾ 3 പോയിൻ്റ് കൺസിഡർ ചെയ്തു. അറ്റ് എ പോയിൻ്റ് എ, അറ്റ് എ പോയിൻ്റ് ബി ആൻഡ് അറ്റ് എ പോയിൻ്റ് ഔട്ട്സൈഡ് ദ ഷെൽ പി ഇല്ലേ. 3 കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അത് വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് വരച്ച് നോക്കിയാൽ ഇവിടെ നോക്കാം. വേരിയേഷൻ ഓഫ് ഇ വിത്ത് ആർ ഫോർ എ സ്പെരിക്കൽ ഷെൽ. ഗ്രാഫ് ഒന്ന് ആദ്യം ഞാൻ വരയ്ക്കാം. നമ്മൾ വൈ ആക്സിസിൽ ഇയും എക്സ് ആക്സിസിൽ ആറും. ആർ എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും പോയിന്റിലേക്കുള്ള ദൂരം കേട്ടോ. സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും പോയിന്റിലേക്കുള്ള ദൂരമാണ് ഈ ആറ് കാണിക്കുന്നത്, സ്മോൾ ആറ് കാണിക്കുന്നത്. ഗ്രാഫ് എങ്ങനെയാണ് വരിക? എന്നതിൻ്റെ അർത്ഥം 0 മുതൽ 6 വരെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. കണ്ടില്ലേ നിങ്ങൾ? 0 മുതൽ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ ഉള്ളിലാണ്. 0 മുതൽ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഷെല്ലിൻ്റെ ഉള്ളിൽ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ ഇവിടം വരെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. പിന്നെ ദൂരേക്ക് വരുന്ന അനുസരിച്ചിട്ട് ഇപ്പോൾ ഇവിടം വരെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ക്യാപിറ്റൽ ആറിൻ്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ കണ്ടാണ് 1/4πε0 Q/R². അല്ലേ? അതാണ് മാക്സിമം ഇവിടെ. നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ കാണാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² എന്ന്. അപ്പോൾ ഇലക്ട്രിക് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കുറയുക ചെയ്യുക. അപ്പോൾ സ്ഫിയറിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാക്സിമം ആണ്. അതിൻ്റെ വാല്യൂ 1/4πε0 Q/R². ഷെല്ലിൽ നിന്നും ദൂരേക്ക് പോകണ അനുസരിച്ചിട്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആണ്. ഇവിടെ നിന്നും ഇങ്ങനെ ദൂരേക്ക് പോകണ അനുസരിച്ചിട്ട് ഡിസ്റ്റൻസ് 6 കൂടും. ഡിസ്റ്റൻസ് 6 കൂടുമ്പോൾ നമ്മൾ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കുറയും. അതാണ് ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നത്. ഒന്നുകൂടി പറയാം. സ്ഫിയറിൻ്റെ ഉള്ളിൽ 0 മുതൽ 6 വരെയുള്ള ഡിസ്റ്റൻസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, 0 ആണ്. ഓൺ ദ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആണ്. ദൂരേക്ക് പോകണ അനുസരിച്ചിട്ട് ഈ പ്രൊപ്പോർഷണൽ ടു 1/R² എന്നാണ്. ദൂരേക്ക് പോകണ അനുസരിച്ചിട്ട് ആറിൻ്റെ വാല്യൂ കൂടുന്ന അനുസരിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കുറയാൻ തുടങ്ങും. സോ ദിസ് ഗ്രാഫ് റിപ്രസെൻറ്റ്സ് ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡിസ്റ്റൻസ്. ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇത് വോൾട്ടർ ലെവിൻ
ഇദ്ദേഹം ഒരു ഹോളോ കണ്ടക്ടറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. വലത് ഭാഗത്ത് നിങ്ങൾക്കൊരു ഹോളോ കണ്ടക്ടർ കാണാം. ഇടത് ഭാഗത്തൊരു ഹൈ വോൾട്ടേജ് ജനറേറ്റർ. ഈ ഹൈ വോൾട്ടേജ് ജനറേറ്റർ ഉപയോഗിച്ച് ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് യു ക്യാൻ പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ചാർജസ്. അങ്ങനത്തെ ഒരു ഡിവൈസിനെ നമ്മൾ വാൻഡിഗ്രാഫ് ജനറേറ്റർ എന്നാണ് പറയുക. ഇപ്പം ആ ഹോളോ കണ്ടക്ടറിൽ ചാർജൊന്നുമില്ല. നമ്മൾ വാൻഡിഗ്രാഫ് ജനറേറ്റർ ഓണാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വാൻഡിഗ്രാഫ് ജനറേറ്റർ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോളോ കണ്ടക്ടറിൻ്റെ മുകളിൽ ചാർജൊന്നുമില്ല. ചാർജൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് നിൽക്കുകയാണ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം ഇപ്പോൾ ആ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന് അപകടമൊന്നുമില്ല. അദ്ദേഹം ഒരിക്കൽ കൂടെ ആ കണ്ടക്ടറിനുള്ളിലേക്ക് പോവാണ്. ഇപ്പം അദ്ദേഹം ആ കണ്ടക്ടർ വാൻഡിഗ്രാഫ് ജനറേറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആ വാൻഡിഗ്രാഫ് ജനറേറ്റർ ചാർജ് ചെയ്യാണ്. ചാർജ് ചെയ്യുമ്പം അതിൽ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴുണ്ടാകുന്ന ചാർജുകൾ ആ കണ്ടക്ടറിലേക്ക് എത്തുകയും ചെയ്യും. ആ ചാർജ് കണ്ടക്ടറിലേക്ക് എത്തും. നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ചാർജ് ആ കണ്ടക്ടറിലേക്ക് ചാർജ് എത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ടും അദ്ദേഹം സേഫാണ്. he is safe inside the conductor. Though there are charges spread outside the conductor, he is safe inside the conductor. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ? വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ്? നമ്മൾ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. വെൻ എ ചാർജ് ഈസ് ഗിവൺ ടു എ കണ്ടക്ടർ, ദ ചാർജ് സ്പ്രെഡ്സ് ഓൺലി ഓൺ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ ആ വാൻഡിഗ്രാഫ് ജനറേറ്ററിന് പ്രൊഡ്യൂസ് ചെയ്ത ഹൈ വോൾട്ടേജ് കാരണം ഉണ്ടാകുന്ന ചാർജുകൾ കണ്ടക്ടറിൻ്റെ സർഫസിൽ മാത്രമേ സ്പ്രെഡ് ആവുള്ളൂ. ദർ ഈസ് നോ ചാർജ് ഇൻസൈഡ് ദ കണ്ടക്ടർ ആൻഡ് ദർ ഈസ് നോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ. ഇപ്പോൾ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡില്ല. പുറത്ത് എത്ര ചാർജ് ഉണ്ടെങ്കിലും ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഈ പ്രോസസ്സിനാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുക. ആ കണ്ടക്ടറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാരഡേയ്സ് കേജ്. വേറൊരു കേസ് നോക്കുക. വൈൽ യു ആർ ഡ്രൈവിംഗ് ഇൻ എ കാർ ആൻഡ് ദർ ഈസ് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർസ്റ്റോം, ഇറ്റ് ഈസ് ഓൾവേസ് സേഫ് ടു റിമെയിൻ ഇൻസൈഡ് ദ കാർ. നമ്മൾ നല്ല മിന്നലൊക്കെ ഉള്ള സമയത്ത് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ മൈതാനത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിലോ പോയി നിൽക്കുന്നത് അപകടമാണ്. അതിൻ്റെ കാരണം എന്താണ്? ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ചാർജാണ്, ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ ഡ്യൂറിങ് ലൈറ്റ്നിങ് ചാർജസ് വിൽ fall on the car. The car will act as a hollow conductor. The charge will spread on the surface of the car. There will be no charge and electric field inside the car. അതുകൊണ്ട് തന്നെ കാറിൻ്റെ ഉള്ളിലുള്ള ആൾ സേഫാണ്. അപ്പോൾ ഇവിടെ കാർ ഒരു ഫാരഡേയ്സ് കേജ് പോലെ ആക്ട് ചെയ്യുന്നു. ഈ ഫിനോമിനനാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിനെ ഡിഫൈൻ ചെയ്യുക? ഇൻസൈഡ് എ കണ്ടക്ടർ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. സോ യു ക്യാൻ ക്രിയേറ്റ് എ ഫീൽഡ് ഫ്രീ സ്പേസ് by covering the space with a conductor. This phenomenon is called electrostatic shielding.